Radio Lime News Update. Brought to you by കേരളത്തിലെ ജോസ്കോ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ജൂൺ 23 മുതൽ NRI മെഗാ ഫെസ്റ്റ് നടക്കുന്നു. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഗ്രാജുവേറ്റ് വിസ ചുരുക്കാൻ കടുപ്പമേറിയ ഇംഗ്ലീഷ് ടെസ്റ്റ്. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ കൂടുതൽ പദ്ധതികളുമായി സുനാക്. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ കൂടുതൽ പദ്ധതികൾ മുന്നോട്ട് വെച്ച് പ്രധാനമന്ത്രി ഋഷി സുനാക്. ഗ്രാജുവേറ്റ് വിസയിൽ ബ്രിട്ടനിൽ പഠനത്തിനായി എത്തുന്നവർക്ക് കൂടുതൽ കർക്കശമായ ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാന പരീക്ഷ ഏർപ്പെടുത്താനാണ് പദ്ധതി. UK പഠനത്തിന് ഉദ്ദേശിക്കുന്നവരോ ഗ്രാജുവേറ്റ് വിസയ്ക്കായി അപേക്ഷിക്കുന്നവരോ നിർബന്ധമായ ഈ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിരിക്കണം. ഏറ്റവും മികച്ചവരും സമർത്ഥരായവരും ആയവർക്ക് മാത്രമേ ഈ വിസയിൽ ബ്രിട്ടനിലേക്ക് എത്താൻ കഴിയൂ എന്ന് ഉറപ്പാക്കാനാണിത്. തങ്ങളുടെ ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനോടൊപ്പം ബ്രിട്ടനിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിൽ സമർത്ഥരും ഏറ്റവും മികച്ചവരുമായ വിദ്യാർത്ഥികളാണ് പഠനത്തിനെത്തുന്നത് എന്ന് ഉറപ്പാക്കുക കൂടിയാണ് ഇതിന്റെ ലക്ഷ്യമെന്ന് സർക്കാർ വക്താവ് പറയുന്നു. കഴിഞ്ഞ വർഷം പാരമ്യത്തിലെത്തിയ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനായി ക്യാബിനറ്റ് ഉറച്ച തീരുമാനമെടുത്തതോടെ വേറെയും ചില നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നും വക്താവ് അറിയിക്കുന്നു. ഉയർന്ന ഡ്രോപ്പ് ഔട്ട് നിരക്കുകൾ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് മേലും കോളേജുകൾക്ക് മേലും കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ക്യാബിനറ്റ് ശ്രമിക്കുന്നുണ്ട്. അതിനു പുറമെ മിനിമം വേജസിനേക്കാൾ കുറവ് വേതനം നൽകി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ഏജന്റുമാർക്കെതിരെ ഹോം ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കും. ഇത്തരക്കാർ വിദ്യാർത്ഥികളെ പഠനത്തിൽ നിന്നും അകറ്റുന്നു എന്നാണ് ഡിപ്പാർട്ട്മെന്റിന്റെ വിലയിരുത്തൽ. അതോടൊപ്പം ചില പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിൽ വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം നിരോധിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനം പൂർത്തിയായതിനു ശേഷം 2 വർഷക്കാലത്തോളം UK തുടരാനും ജോലി ചെയ്യാനും സൗകര്യമൊരുക്കുന്നതാണ് ഗ്രാജുവേറ്റ് വിസ. ഈ വിസ അനേകം വിദ്യാർത്ഥികളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ആകർഷിച്ചതായും പലരും ഇത് ദുരുപയോഗം ചെയ്തതായും സർക്കാർ കരുതുന്നു. രോഗിയുടെ ലൈംഗിക പീഡന പരാതിയിൽ UK മലയാളി യുവാവിന് 13 വർഷം ജയിൽ. രോഗിയായ യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ ആശുപത്രി ജീവനക്കാരനായിരുന്ന UK മലയാളി യുവാവിന് 13 വർഷം ജയിൽ ശിക്ഷ. ജനുവരി 30 നടന്ന സംഭവത്തെ തുടർന്ന് സ്റ്റുഡന്റ് വിസക്കാരിയുടെ ആശ്രിത വിസയിൽ ഉള്ള സിദ്ധാർത്ഥ് നായർ എന്ന 29-കാരനാണ് ലിവർപൂൾ കോടതി ശിക്ഷ വിധിച്ചത്. ബുധനാഴ്ചയാണ് ലിവർപൂൾ ക്രൗൺ കോടതി ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് പ്രതിയെ 13 വർഷം ജയിലിൽ അടച്ചത്. ജോലിക്കെത്തി ആഴ്ചകൾക്കുള്ളിൽ ആയിരുന്നു സംഭവം. ആശുപത്രിയിൽ രോഗിയായിരുന്ന യുവതിയുടെ നേർക്കാണ് മലയാളി യുവാവിന്റെ കടന്നാക്രമണം ഉണ്ടായതെന്നും പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 5 മാസത്തിലേറെ ജയിലിൽ കിടന്ന ശേഷമാണ് വിചാരണ കോടതി വിധി പ്രസ്താവിക്കുന്നത്. അതിക്രമത്തിന് വിധേയയായ സ്ത്രീ ഏറെ നാളത്തെ റീഹാബിലിറ്റേഷൻ കോഴ്സിലടക്കം പങ്കെടുത്ത ശേഷമേ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തൂ. ഒരു ജീവിതകാലം മുഴുവൻ കാത്തുവെക്കാനുള്ള ദുരിതപൂർണമായ ഓർമ്മകളാണ് വിസ്റ്റൺ ആശുപത്രിയിൽ കഴിയവേ സിദ്ധാർത്ഥ് സമ്മാനിച്ചതെന്ന് ഡിറ്റക്ടീവ് ഇൻസ്പെക്ടർ യോസഫ് അൽ റമദാൻ വ്യക്തമാക്കി. സംഭവം അറിഞ്ഞ ഉടൻ സിദ്ധാർത്ഥിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായും തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതും കേസിൽ നിർണായകമായി എന്ന് മേഴ്സിസൈഡ് പോലീസ് പറയുന്നു. ജോലിക്കിടയിൽ നടന്ന പീഡനശ്രമം എന്ന നിലയിൽ 3 വിവിധ കുറ്റകൃത്യങ്ങൾ ചാർത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ പ്രധാന സാക്ഷി മൊഴി പീഡന പരാതി ഉയർത്തിയ 41-കാരിയായ രോഗിയുടെ തന്നെയാണ്. ആരെങ്കിലും സംഭവത്തിൽ ദൃക്സാക്ഷികൾ ഉണ്ടോ എന്ന കാര്യമൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പരാതിയിൽ ഗൗരവം ഉണ്ടെന്ന് തോന്നിയതിനാൽ യുവാവിന് ജാമ്യം നൽകാതെ ജയിലിലേക്ക് തന്നെ അയക്കുകയായിരുന്നു ലിവർപൂൾ ക്രൗൺ കോടതി ജഡ്ജിയുടെ തീരുമാനം. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ഒടുവിൽ ജയിൽ മോചിതനായി. ചാരവൃത്തി കേസിൽ വർഷങ്ങളായി ജയിലിൽ കഴിഞ്ഞിരുന്ന വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിന് ജാമ്യം ലഭിച്ചു. അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിയതായി വിക്കിലീക്സിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. 5 വർഷത്തോളം ജയിലിൽ ചെലവഴിച്ച ശേഷമാണ് അസാഞ്ച് മോചിതനാകുന്നത്. ഓസ്ട്രേലിയൻ പൗരനായ അസാഞ്ച് 2019 മുതൽ ലണ്ടനിലെ ബെൽമാഷ് ജയിലിലാണ്. US സർക്കാരിന്റെ ആയിരക്കണക്കിന് രഹസ്യരേഖകൾ ചോർത്തി തന്റെ വെബ്സൈറ്റായ വിക്കിലീക്സിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് അസാഞ്ചിന്റെ പേരിലുള്ള കുറ്റം. ഇത് ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടാക്കിയെന്നാണ് US ആരോപണം. ഇനി നാട്ടിലെ വാർത്തകൾ. +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കും. തീരുമാനമെടുക്കാൻ 2-അംഗ സമിതി. വി ശിവൻകുട്ടി. മലബാറിലെ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ 2-അംഗ സമിതിയെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം 7478 സീറ്റുകളുടെയും കാസർഗോഡ് 252 സീറ്റുകളുടെയും പാലക്കാട് 1757 സീറ്റുകളുടെയും കുറവാണുള്ളത്. മലപ്പുറത്ത് 7 താലൂക്കിൽ സയൻസ് സീറ്റ് അധികവും കൊമേഴ്സ് ഹ്യൂമാനിറ്റി സീറ്റുകൾ കുറവുമാണ്. മലപ്പുറത്ത് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിദ്യാർത്ഥി സംഘടനയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ്. NDAയും പ്രതിപക്ഷവും സമവായത്തിലെത്തി. സ്പീക്കർ സ്ഥാനത്തേക്ക് പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തില്ല. BJP നേതൃത്വത്തിലുള്ള NDAയുമായി ധാരണയിലെത്തിയതിനെ തുടർന്ന് പ്രതിപക്ഷം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്ന് റിപ്പോർട്ടുകൾ.
ഇതോടെ BJP നേതാവ് ഓം ബിർള തുടർച്ചയായി രണ്ടാം തവണയും ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചേക്കുമെന്നാണ് സൂചന. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള NDAയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സമവായത്തിലെത്തിയാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തേക്ക് പോകുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായമുണ്ടാക്കാൻ പ്രതിപക്ഷത്തെ സമീപിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ M. സ്റ്റാലിൻ, മറ്റ് പ്രതിപക്ഷ നേതാക്കൾ എന്നിവരുമായി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. വിഷയത്തിൽ സമവായം ഉണ്ടാക്കുന്നതിനായി തിങ്കളാഴ്ച രാത്രി വരെ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് മുന്നണി നേതാക്കളുമായി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തിയിരുന്നു. KPCCയിൽ യുവ നേതാക്കൾക്ക് അവസരം. ശബരിനാഥൻ തിരുവനന്തപുരം DCC അധ്യക്ഷനായേക്കും. യുവാക്കൾക്ക് പാർട്ടി പദവികളിൽ കൂടുതൽ പരിഗണന നൽകാനൊരുങ്ങി KPCC. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികളെ നേതൃപദവികളിലേക്ക് പരിഗണിക്കുക എന്നതാണ് വിവരം. ഇതുപ്രകാരം സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ KS ശബരിനാഥൻ, റിജിൽ മാക്കുറ്റി, റിയാസ് മുക്കോളി, NS നുസൂർ, SM ബാലു എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കാനാണ് ധാരണ. ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനും KPCC ഭാരവാഹിയാകും. KS ശബരിനാഥനെ തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിലേക്കും പരിഗണിക്കുന്നുണ്ട്. ഇതുവഴി പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇനി സ്പോർട്സ് വാർത്തകൾ. ആവേശപ്പോരിൽ അഫ്ഗാൻ. ബംഗ്ലാദേശിനെ തകർത്ത് സെമിയിൽ ഓസീസ് പുറത്ത്. സെമി സാധ്യതകൾ മാറിമറിഞ്ഞ സൂപ്പർ 8 പോരാട്ടത്തിനൊടുക്കം അഫ്ഗാനിസ്ഥാൻ സെമിയിൽ. സൂപ്പർ 8ലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ കീഴടക്കിയാണ് അഫ്ഗാൻ സെമിയിലെത്തിയത്. 8 റൺസിനാണ് അഫ്ഗാന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 115 റൺസ് എടുത്തു. 116 റൺസ് എന്ന ലക്ഷ്യം 12.1 ഓവറിൽ മറികടന്നാൽ ബംഗ്ലാദേശിന് സെമിയിലെത്താമായിരുന്നു. എന്നാൽ അത് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ടീം പരാജയപ്പെടുകയും ചെയ്തു. മഴ മൂലം വിജയലക്ഷ്യം 19 ഓവറിൽ 114 റൺസ് ആക്കിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശ് 105 റൺസിന് പുറത്തായി. 4 വിക്കറ്റ് എടുത്ത റാഷിദ് ഖാനാണ് അഫ്ഗാനായി തിളങ്ങിയത്. ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ നേരത്തെ സെമിയിൽ എത്തിയിരുന്നു. നോക്കൌട്ട് നോട്ടമിട്ട് ന്യൂജേഴ്സിയിൽ. അർജന്റീന നാളെ ചിലിക്കെതിരെ. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ തുടർച്ചയായ ക്വാർട്ടർ ഫൈനൽ തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ചിലിക്കെതിരെ. ഗ്രൂപ്പ് എയിലെ ആദ്യ കളിയിൽ കാനഡയെ മറുപടിയില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ച് ഒന്നാം സ്ഥാനത്തെത്തിയ ലയണൽ മെസ്സിക്കും സംഘത്തിനും അടുത്ത ജയത്തോടെ അവസാന 8-ലെത്താനാവും. പെറുവിനെതിരെ ഗോൾ രഹിത സമനില വഴങ്ങിയ ചിലിയെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പ് പോരാണ്. നിലവിൽ 1 പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ടീം. ന്യൂജേഴ്സി മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം 6:30 അർജന്റീന ചിലി പോരാട്ടം. അതിനു മുൻപ് വെളുപ്പിന് 3:30 പെറുവും കാനഡയും കളിക്കുന്നുണ്ട്. ഇതിൽ പെറു ജയിച്ചാൽ ചിലിക്ക് അർജന്റീനയെ തോൽപ്പിക്കാൻ അനിവാര്യമാകും. ക്രൊയേഷ്യൻ ഹൃദയം തകർത്ത് ഇറ്റലിയുടെ 98-ാം മിനിറ്റിലെ ഗോൾ. യൂറോ കപ്പ് ഗ്രൂപ്പ് ബിയിൽ അവസാന നിമിഷ ഗോൾ വിജയം കൈവിട്ട് ക്രൊയേഷ്യ പുറത്ത്. വിജയം നിർബന്ധമായിരുന്ന മത്സരത്തിൽ ഇറ്റലിക്കെതിരെ 98-ാം മിനിറ്റ് വരെ മുന്നിട്ട് നിന്ന ശേഷമാണ് ക്രൊയേഷ്യ സമനില വഴങ്ങിയത്. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ സ്പെയിൻ എതിരില്ലാത്ത 1 ഗോളിന് അൽബേനിയയെ തോൽപ്പിച്ചു. ഇതോടെ അൽബേനിയയും ക്രൊയേഷ്യയും പുറത്തായി. ഇന്ന് ഗ്രൂപ്പ് ബിയിൽ 6 രണ്ടാം സ്ഥാനക്കാരായി പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും എന്നറിയാനുള്ള പോരാട്ടമായിരുന്നു. സ്പെയിൻ ഇന്ന് മത്സരം ആരംഭിക്കും മുൻപ് തന്നെ പ്രീ ക്വാർട്ടറിൽ എത്തുമെന്ന് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റലിയും ക്രൊയേഷ്യയും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു എവരുടെയും ശ്രദ്ധ. സ്പെയിൻ അൽബേനിയക്കെതിരെ തുടക്കത്തിൽ തന്നെ 1 ഗോളടിച്ചതോടെ അവർ 9 പോയിന്റിലെത്തി. 13-ാം മിനിറ്റിൽ ഫെറാൻ ടോറസ് ആണ് സ്പെയിനിനായി ഗോളടിച്ചത്. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.78 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.